1969 ജൂലൈ മാസം 21 ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു. ഒരു ചരിത്രം പിറന്ന ദിവസമൊക്കെ ആയിരുന്നു. നമ്മുടെ എന്ന് പറയാൻ പറ്റുന്നത് ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ ഇറങ്ങിയതിൻ്റെ 56-ാം വാർഷികമാണ് ഇന്ന്. 1969 ജൂലൈ മാസം 21 ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ്ങിനെ ഈ ലോകം മുഴുവൻ ആഘോഷിച്ചു. ഒപ്പം ചന്ദ്രനിൽ ഇറങ്ങിയ എഡ്വിൻ ആൽഡ്രിനും പ്രശസ്തി നേടി. പക്ഷേ അതേ ദൗത്യത്തിൽ സുപ്രധാനമായ പങ്ക് വഹിച്ച മൈക്കിൾ കോളിൻസ് എവിടെയും രേഖപ്പെടുത്താതെ ആരും ഓർക്കാതെ കടന്നുപോയൊരു മനുഷ്യൻ കൂടിയാണ്. എ സൈലന്റ് ഹീറോ. കൂട്ടാളികൾ ചന്ദ്രനിൽ നടന്ന് ചരിത്രം സൃഷ്ടിക്കുമ്പോൾ മൂന്നാമനായ കോളിൻസ് കമാൻഡ് മൊഡ്യൂളിൽ തുടരേണ്ടത് അന്നത്തെ അനിവാര്യത കൂടിയായിരുന്നു. കൂട്ടുകാർ ചന്ദ്രോപരിതലത്തിൽ ചെലവഴിച്ച അത്രയും സമയം കൊളംബിയ എന്ന പേടകത്തിൽ കോളിൻസ് ചന്ദ്രനെ പ്രദക്ഷിണം വെച്ചു. ചന്ദ്രോപരിതലത്തിൽ തനിച്ചായ മൈക്കിൾ കോളിൻസിനെ ഏകാന്ത പഥികനെന്നാണ് പിന്നീട് ലോകം വാഴ്ത്തിയത് പോലും. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ സ്വയം വിശേഷിപ്പിച്ചതും ലോകത്തെ ഏറ്റവും ഏകാന്തത അനുഭവിച്ച മനുഷ്യൻ താനാണ് എന്നാണ്. ബഹിരാകാശ പേടകത്തിൽ ഒറ്റയ്ക്കൊരാൾ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് എത്രമാത്രം ഏകാന്തതയാണല്ലേ. ചരിത്ര പുസ്തകങ്ങളിൽ എന്നും തൻ്റെ പേര് അവസാനമായിരിക്കും എന്ന ബോധ്യമുണ്ടായിരുന്നു കോളിൻസിന്. പക്ഷേ കോളിൻസിന് ഒന്നിലും ഒരു പരിഭവവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. കൂട്ടാളികൾ ഇല്ലാതെ മടങ്ങിപ്പോകേണ്ടി വരുമോ എന്നൊരു പേടി മാത്രമേ ആ ഏകാന്ത യാത്രയിൽ തനിക്കുണ്ടായിരുന്നുള്ളൂ എന്നാണ് കോളിൻസ് തന്നെ പറഞ്ഞത്. മടങ്ങി എത്തിയ ശേഷം ദൗത്യത്തിൻ്റെ ഒപ്പമുണ്ടായിരുന്നവരെ തേടിയെത്തിയ താരപരിവേഷങ്ങളിൽ നിന്നും മാധ്യമ ശ്രദ്ധയിൽ നിന്നും ഒക്കെ ഒഴിഞ്ഞുള്ള ജീവിതമായിരുന്നു പിന്നീട് കോളിൻസിൻ്റേത്. പരിഭവമോ പരാതിയോ ഇല്ലായിരുന്നു കോളിൻസിന്. മൈക്കിൾ കോളിൻസ് 2021 അദ്ദേഹത്തിൻ്റെ 90-ാം വയസ്സിൽ അന്തരിച്ചപ്പോൾ 91-കാരനായ ആൽഡ്രിൻ പറഞ്ഞത്, മൈക്ക്, നീ എവിടെയായാലും ഞങ്ങളെ നയിക്കുന്ന പ്രകാശമായി ഇനിയും തുടരുമെന്ന. ലോക ജനതയുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ ദൗത്യത്തിൽ നിശബ്ദനായിരുന്നു മൈക്കിൾ കോളിൻസ്. ഒരുപക്ഷെ അദ്ദേഹത്തെ പോലെ പലരും നമുക്കിടയിലുണ്ടല്ലേ, തങ്ങളുടെ കർമ്മം ഏറ്റവും ഉത്തരവാദിത്തത്തോടെയും കൃത്യതയോടെയും ചെയ്യുന്നവർ. മറ്റൊന്നും പ്രതീക്ഷിക്കാതെ പേരിനും പെരുമയ്ക്കുമല്ലാതെ പുതിയൊരു തലമുറയ്ക്ക് തന്നെ വഴിവെക്കാവുന്നവർ. അതുകൊണ്ട് തന്നെ മൈക്കിൾ കോളിൻസ് എന്നും നമുക്കൊരു മാതൃകയാണ്, പ്രചോദനമാണ്. ചന്ദ്രോപരിതലത്തിലെ തൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള മൈക്കിൾ കോളിൻസിൻ്റെ വാക്കുകൾ തന്നെയാണ് ഇന്നത്തെ ഈ മനോഹരമായ വാർത്താ പ്രഭാതത്തിൽ മോർണിംഗ് മോട്ടിവേറ്ററിലൂടെ ഞാൻ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുന്നത്. ഈ ഭൂമി ഉടഞ്ഞു തകരാവുന്ന ഒരു പളുങ്കുഗോളം പോലെ ലോക നേതാക്കൾ ഈ കാഴ്ച കണ്ടാൽ അവരുടെ വീക്ഷണം തന്നെ മാറി മറിയും. കോളിൻസ് ഓർമ്മപ്പെടുത്തുകയാണ്, വേട്ടയാടലും വെട്ടിപ്പിടിക്കലും നടത്തുന്ന നേതാക്കളായാലും ഈ ചെറിയ ലോകത്ത് താൻ വലിയവൻ എന്ന് ചിന്തിക്കുന്നവരായാലും ഒരു കാര്യം ഓർക്കണം, ഈ വലിയ ലോകത്ത് നമുക്ക് എത്രയോ ചെറുതാണെന്ന്, അല്ലേ?